അവനും അവളും തമ്മിൽ പ്രണയത്തിലായിരുന്നു, ഭയങ്കര പ്രണയത്തിൽ തന്നെയായിരുന്നു. പക്ഷെ എപ്പോഴും അവർ തമ്മിൽ വഴക്കുണ്ടാക്കും. ഈ വഴക്കുകൾ ഇങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എപ്പോഴും അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും, പക്ഷെ അവൾ എപ്പോഴും അവനിൽ നിന്ന് അകന്നു മാറും, അവനെ തെറ്റിദ്ധരിക്കും. അവരൊന്ന് പിരിഞ്ഞു, താൽക്കാലികമായിട്ടല്ല, അവൾ പറഞ്ഞിന് ജീവിതത്തിൽ കാണത്തില്ലാന്ന്. അതിനുശേഷം അവൻ വേറൊരു രാജ്യത്ത് പോകുന്നു, അവിടെ വെച്ച് വീണ്ടും അവളെ കാണുന്നു. പക്ഷേ ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അതിനിടയിലേക്ക് പുതിയൊരാളും കൂടി കടന്നു വരുന്നു. അപ്പോൾ ആ പ്രണയത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? അവൻ്റെ ആ പഴയ പ്രണയത്തിൽ അവൻ നിൽക്കുമോ? പുതിയ ആളോട് അവൻ ഇഷ്ടം വരുമോ? ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ലവ് ബൈറ്റ്സ് ആണ് കേട്ടോ. പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം കൂടെ റീണു. ഉന്നാലെ എന്നുള്ള മൂവി കണ്ടപ്പോൾ ഞാനും ഈ ഡൗട്ടിലായിരുന്നു കേട്ടോ, എവിടെ എത്തും എന്ന്. ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സിൽ ഇന്ന് നമ്മൾ ഉന്നാലയിലെ ചില ഡയലോഗ്സ് ഒക്കെ കേൾക്കാം കേട്ടോ. It's a romantic movie and it has got beautiful songs. Stay tuned with Reenu. കാരണം ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സിൽ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക്. ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സ് കൂടെ റേണു. எங்கோ பிறந்த ஆணையும் எங்கோ பிறந்த பொண்ணையும் ஒன்னு சேர்க்கிற மேஜிக் தாங்க കാതൽ. ഉന്നാലയിൽ ആദ്യം പറയുന്നൊരു കാര്യം അത് ശരിയല്ലേ? എവിടെയോ പിറന്നൊരു ആൺകുട്ടി, എവിടെയോ പിറന്നൊരു പെൺകുട്ടി, ഇവരെ രണ്ടുപേരെയും കൂടി ഒന്നാക്കുന്ന ഒന്നാണ് പ്രണയം. അപരിചിതരായ നമ്മളാണ് ഒത്തിരിയും പ്രണയത്തിലേക്ക് എത്തുക. പണ്ട് തൊട്ട് അറിഞ്ഞ് പ്രണയത്തിലായാലും ഓഫ്കോഴ്സ് നമ്മൾ രണ്ട് സ്ഥലത്ത് ജനിച്ച് രണ്ട് സാഹചര്യങ്ങളിൽ വളർന്നു വന്നവർ. എങ്ങനെ അവർ ഒന്നായിട്ട് പോകുമെന്ന് ചോദിക്കുമ്പോഴാണ് ഈ പ്രണയം എന്ന് പറയുന്ന സംഭവത്തിനിടയിൽ വരുന്നത്. അത് വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും തന്നെ പ്രണയിക്കാൻ തോന്നുന്നതും ഒന്നിച്ചാകാൻ തോന്നുന്നതും അങ്ങനെയെല്ലാം. പക്ഷേ ഈ പ്രണയത്തിന് പലപ്പോഴും ഒരു തുടക്കം സ്റ്റേജ് ഉണ്ട്. എന്താന്നോ? ഒത്തിരി പ്രണയത്തിൻ്റെയും തുടക്കം ഇങ്ങനെ തന്നെയായിരിക്കും. മിക്കവാറും ആ ആൺകുട്ടിയായിരിക്കും. ചില അവസരങ്ങളിൽ ആ പെൺകുട്ടി പുറകെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. സോ വി സേ പ്ലീസ് എന്നെ ഫോളോ ചെയ്യാതെ, എൻ്റെ അടുത്ത് വരാതെ, എനിക്ക് താല്പര്യമില്ല പ്രണയിക്കാനെന്നൊക്കെ. ഇങ്ങനെയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നവരാണ് പിന്നെ കംപ്ലീറ്റ്ലി പ്രണയത്തിലേക്ക് കൊത്തി വീഴുന്നത്. അതെ, ഫേസ്ബുക്കിലെ ക്ലബ് എഫ്എം കോൺടാക്ട് പേജിൽ ഒന്ന് പോവോ, എന്നിട്ട് എൻ്റെ ചോദ്യത്തിന് ഉത്തരം തരണം. കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ്എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഞാൻ റീണു. ഉന്നാലെ മൂവിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യം പ്രണയത്തെക്കുറിച്ച്, പെണ്ണിനെക്കുറിച്ച്, ആണിനെക്കുറിച്ച് ഒരു കുറേ പറയുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഭാഗം ഞാൻ പറയാം. ഞാൻ പറയുന്നില്ല, കേട്ടോ. காதலும் ஒரு ரோட் சிக்னல் மாதிரி தான். நிமிஷத்துக்கு நிமிஷம் சந்தோஷமும் கோவமும் மாறி வந்துகிட்டே இருக்கும். டிராபிக் ஜாம் மாதிரி லவ் எப்போதாவது ஜாம் ஆயிடும். I liked it because ആ കമ്പാരിസൺ ഒക്കെ പ്രണയം ഒരു ട്രാഫിക് സിഗ്നൽ പോലെയാണ്. സന്തോഷം ദുഃഖം ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുന്നു. സന്തോഷം ദുഃഖം മാത്രമല്ല, അടി സ്നേഹം ഇതെല്ലാം വന്നുകൊണ്ടിരിക്കും. ഈ സിഗ്നൽ ഇങ്ങനെ മാറി പോകുന്ന പോലെയാണ് ചിലരുടെ മൂഡ്. അവർക്ക് ഇന്ന് പെട്ടെന്ന് സന്തോഷം വരും, പെട്ടെന്ന് സങ്കടം വരും. മെന്റലാണ് അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ വിളിക്കുക. എന്നാലും പ്രണയത്തിൽ എപ്പോഴും ഇത്തരം ഫീലിങ്സ് വന്നുകൊണ്ടിരിക്കും. ഭയങ്കര സന്തോഷമാണ്, എല്ലാം നോക്കിയാന്ന് നമ്മളിരിക്കുന്ന സമയത്ത് ഒരു വഴക്ക് വരും. രണ്ടുപേരിൽ ഒരാളുടെ മുഴുവൻ മാറിയാൽ പോരെ. പിന്നെ ഈ ട്രാഫിക് ജാം, ആക്സിഡൻസ്, അതെല്ലാം അപ്പോഴാണ് സംഭവിക്കുക. പ്രണയത്തിലെ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും നമ്മുടെ കുറ്റങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നില്ല. ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സിൽ അടുത്ത പാട്ടിലേക്ക് പോവാം. വേഗം തിരിച്ചു വരണം കേട്ടോ, ബിക്കോസ് ഉന്നാലെ വെയിറ്റിംഗിലാ. ഹായ് ജാനു, நீ எதுக்காக இவ்வளவு டென்ஷனா இருக்க? கூல் டவுன். நீ நினைக்கிற மாதிரி இங்க எதுவும் நடக்கல. ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ ഈ സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഒരു പ്ലേ ഗ്രൗണ്ടിൽ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കളി കഴിഞ്ഞ് ഭയങ്കര മഴയുടെ സമയം. അപ്പോൾ ഇവള് വരാണ്, ജാൻസി വരാണ്. നമുക്ക് ആദ്യം ഒന്നും മനസ്സിലാകത്തില്ല കേട്ടോ, ബിക്കോസ് ഈ മൂവി ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അവിടെ അവൾ തമ്മിൽ പ്രശ്നമുണ്ടെന്ന് നമുക്കറിയാം. സോ ആ ഡയലോഗ്സാണ് ഇപ്പോൾ നമ്മൾ കേട്ടോണ്ടിരുന്നത്. ആൻഡ് ഹീസ് ടെല്ലിങ് ഹർ, നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ലെന്ന്. நடந்த எல்லாத்தையும் கண்ணால பார்த்தேன். வேற என்ன வேணும்? இல்ல ஜான்சி, just happen. Just happen? உனக்கு வேணா இது just happen இருக்கலாம். ஆனா என்னால அப்படி ஏத்துக்க முடியாது. உன் கோவத்தெல்லாம் கொஞ்சம் விட்டுட்டு நான் சொல்றத ஒரு 2 நிமிஷம், just 2 minutes பொறுமையா. தேவல. This is one thing I never understand in a relationship. എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അവർ പറയും it just happened. How can you say that it just happened? നമ്മുടെ അറിവില്ലാതെ, നമ്മൾ ചിന്തിക്കാതെ, നമ്മുടെ സ്വബുദ്ധി ഇല്ലാതെ എങ്ങനെയാണ് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുക? അത് കഴിഞ്ഞിട്ട് എനിക്കങ്ങനെ പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അതിൽ ഇവിടെ പറയുന്ന സൈഡിൽ തന്നെ ഞാൻ നിൽക്കുന്നത്. എന്നോട് പറയണ്ട,
ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ് എന്ന് നിനക്ക് പറയാം. എനിക്ക് പക്ഷെ അങ്ങനെയല്ല എന്ന്. അത് ഞാൻ ജാൻസിയുടെ സൈഡായിരുന്നു. പിന്നെ മൂവി അങ്ങ് കണ്ട് വന്നപ്പോഴാണ് കുറച്ച് സംശയങ്ങൾ വന്ന് തുടങ്ങിയത്. ക്ലബ് FM ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാം. ദി നമ്പർ ഇസ് 567678. ഫോമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.